പോകേണ്ട സമയമായി. അമ്മയുടെ പ്രാർത്ഥന കഴിഞ്ഞില്ലല്ലോ. അല്ലച്ചാ, അമ്മ എന്ത് ഈ ദൈവത്തോട് ഇത്രയ്ക്കും പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത്? എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്ന ആർക്കറിയാം. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ടുമില്ല, അവള് പറഞ്ഞിട്ടുമില്ല. അങ്ങനെയാണോ? ഇന്നെന്തായാലും ഞാൻ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. വേണ്ട മോളെ, നീ നടന്നേ. പറ്റില്ല, ചോദിച്ചേ പറ്റൂ. ആ ശരി, എന്നാ ചോദിച്ചിട്ട് വാ, നിന്റെ ഇഷ്ടം. ആ ദീപു, പെട്ടെന്ന് പോകാം, കോളേജിൽ പോകാൻ ടൈമായില്ലേ? അമ്മ, ഇത്ര നേരം ദൈവത്തോട് എന്താ പ്രാർത്ഥിച്ചോണ്ടിരുന്നത്? ഒന്നുമില്ലടി, വാ പോവാം. ഇന്ന് എന്നോട് പറഞ്ഞേ പറ്റൂ. ദാനം ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും പുറത്ത് പറയാൻ പാടില്ല മോളെ, വാ പോവാം. അമ്മ പ്ലീസ്, കൊടുത്തത് പറയണ്ട. എന്താ പ്രാർത്ഥിച്ചെന്ന് പറ. എനിക്ക് ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം വന്നത് നിന്റെ അച്ഛന് കല്യാണം കഴിച്ചതിന് ശേഷം. അതെന്താ അമ്മ, അച്ഛന് സ്ത്രീധനം കൊടുക്കാതെയാണോ കല്യാണം കഴിച്ചത്? സ്ത്രീധനം മേടിച്ച് കല്യാണം കഴിക്കാൻ ഒരുപാട് പേരുണ്ട് മോളെ. പക്ഷെ ജീവിതം തന്ന് സ്നേഹവും കരുതലും തരുന്നത് വളരെ കുറച്ചു പേര് മാത്രം. നിന്റെ അച്ഛനുണ്ടല്ലോ, വളരെ നല്ല ആളാണ്. ഇവിടെ ഞങ്ങളുടെ കല്യാണം നടന്നത് ഞാൻ ആദ്യമായിട്ട് ദൈവത്തെ കൈകൂപ്പി പ്രാർത്ഥിച്ചത് ഇവിടെ വച്ച. എന്റെ ആയുസ്സും കൂടി അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ, അച്ഛന്ന് പറഞ്ഞ അമ്മയ്ക്ക് അത്രയ്ക്കും ജീവനാ? അദ്ദേഹമാണ് എന്റെ ജീവൻ. ഞാനോ? നീ ഞങ്ങളുടെ ചെല്ല കുട്ടിയല്ലേ? ഡോ, എന്താണോ എത്ര നേരമാ കാത്തെടുക്കുന്നേ? ഇനിയും പുറപ്പെടാനുള്ള ലക്ഷണമൊന്നുമില്ലേ? ഞാൻ പോവാൻ റെഡിയാണ്, പക്ഷെ വഴി തരണ്ടേ? ഓ ഏയ്, നിന്റെ ചേച്ചി എവിടാ? എന്റെ ചേച്ചിനെ വിളിക്കുന്ന എന്തിനാ? പിന്നെ അതെ, എന്റെ ഫിഗറാ. കേരള, അയ്യോ മഹാറാണി, ഒന്ന് കേറ്, സമയമായി. പെട്ടെന്ന്, ആ വേഗം കേറ്, വേഗം കേറ്. എടാ മോനെ, വേഗം കേറടാ. റൈറ്റ് 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 റൈറ്റ്. ഏയ്, വായടക്കടാ, വായടക്കാനല്ലേ പറഞ്ഞ? എന്ത് ധൈര്യടാ നിനക്ക്? എന്താ വലിയ ആളാണെന്നാണോ വിചാരം? ചോദിക്കാനോ പറയാനോ ആരുമില്ലെന്ന് കരുതയോ? അല്ല, ഞാൻ നിന്നെ ഇത്രയും ചീത്ത വിളിച്ചിട്ടും നീ എന്താ ഒരക്ഷരം പോലും മറുപടി പറയാത്തെ? നിന്നോട് പറഞ്ഞ് വാ തുറന്ന് എന്തെങ്കിലും പറയടാ, ഇല്ലെങ്കിൽ ഞാൻ കൊന്നുകളയും നിന്നെ. എന്താ പറഞ്ഞേ? എത്ര നന്നായിട്ട് നോക്കിയാലും നിന്റെ സ്വഭാവം ഇത് തന്നെയാ. എന്താ നീ നന്നാവത്തേ ഇല്ലേ? നിന്നെ നിന്നെ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് വീടിന് വെളി പോ. ഞാനും അമ്മയും ഓരോരോ കടയിൽ കയറി നിന്നെ കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാ. അപ്പൊ നീ എന്റെ അച്ഛന്റെ കാലം തന്നെ കടിക്കുന്നോ? അത്രയ്ക്ക് ധൈര്യമാണോ നിനക്ക്? ഇനി മുതൽ നീ ഇവിടെ വേണ്ട, മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് പോ. വീണ്ടും ഈ വീടിന്റെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ടാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. പാവം, ഒരുപാട് വേദനിച്ചോ? അച്ഛന്റെ കാല് കടിച്ചോന്നുള്ള ദേഷ്യത്തിലല്ലേ ചെയ്ത്? സോറി, എന്റെ ചക്കര കുട്ടിയല്ലേ. ഇനി എന്റെ അച്ഛനോട് ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. അല്ല, നിനക്കെന്താ വായുണ്ടോ കടിക്കാൻ? നിനക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ എനിക്ക് വായില്ലല്ലോ കടിക്കാനെന്ന്? ഇവിടെ എല്ലാവരുടെ ഭാരം ചുമക്കുന്നത് എന്റെ അച്ഛനാ. അച്ഛന്റെ ഭാരം ചേർത്ത് നീയാണല്ലോ ചുമക്കുന്നത്. സോറി കേട്ടോ, സോറി.
ഇതെന്താ ഏട്ടാ? ആ ഇതെന്താന്നറിയോ, ഇതെന്റെ 5 ലക്ഷമാ. ഇത് അവളുടെ വിദ്യാഭ്യാസത്തിന്. ഈ ബോണ്ട് മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ 15 ലക്ഷം രൂപയാ. അതവളുടെ കല്യാണത്തിനാ. ഇതെന്താ ഏട്ടാ? ഞായറാഴ്ച ഒരു ദിവസം ഉള്ളപ്പോ കണക്ക് മുഴുവൻ നോക്കുവാണല്ലോ. അയ്യോ, ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു കണക്കാ. നോക്ക്, ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഏത് അച്ഛനും അമ്മയായാലും മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിനെല്ലാം കണക്ക് വേണം. ഇതെല്ലാം അവൾക്ക് തന്നെ. ഇനി നമുക്ക് പ്രായമായി കഴിയുമ്പോ PF പണം ഉണ്ടല്ലോ, അത് മതി. ഇത് നോക്ക്, ആ PF പണത്തിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് പേരക്കുട്ടിക്ക് വെക്കണം. പേരക്കുട്ടിക്കോ? അതേടി, എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. നമ്മുടെ പേരക്കുട്ടിക്ക് കാലില് കൊലുസ്, അരയില് വെള്ളി അരഞ്ഞാണം, കാതില് ജിമിക്കി, ഉടുപ്പ്, പാവ, ബലൂണ് എല്ലാം വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് എൻ്റെ തോളിലിരുത്തി അവളെ എങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. എന്താടി ഇങ്ങനെ നോക്കുന്നത്? ഓ, നിനക്കെന്താ വേണ്ടതെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. അത് വേറൊന്നും കൊണ്ടല്ല, കല്യാണത്തിന് ശേഷം നിനക്ക് എന്തെങ്കിലും വേണമെന്ന് ഇതുവരെ നീ പറഞ്ഞിട്ടില്ല. എനിക്ക് വേറെ ഒന്നും വേണ്ട, നിങ്ങളുണ്ടല്ലോ കൂടെ. പാറു, നമ്മുടെ മക്കളെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത് 10 മടങ്ങായി അവർ നമുക്ക് തിരിച്ചു തരുമായിരിക്കും. ചോക്ലേറ്റും ബിസ്ക്കറ്റും അതും ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്ന എപ്പോഴുള്ള കാര്യമല്ലേ. അതുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അതൊരിക്കലും നമ്മൾ തടയിടാൻ പാടില്ല. നമുക്കെല്ലാം സാധിച്ചു കൊടുക്കണം. അവരുടെ മനസ്സിലെ ഒരു തരി പോലും വിഷമുണ്ടാവാൻ പാടില്ല. അങ്ങനെ മക്കളെ നോക്കാൻ സാധിച്ചാൽ മാതാപിതാക്കളുടെ കടമ പൂർത്തിയായി എന്ന് വിശ്വസിക്കാം. നിങ്ങള് മോള് സ്വപ്നം, ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, പക്ഷെ അവളാണെങ്കിലോ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. അവള് തുള്ളി കളിക്കട്ടടി, എന്നെ കൊണ്ട് തുള്ളി കളിക്കാൻ പറ്റും? നിന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇതുപോലെ തുള്ളി കളിക്കേണ്ട സമയത്ത് നമ്മൾ പിടിച്ചു വെക്കാൻ പാടില്ല. ശരി, വേറെ എന്ത് ചെയ്യാനാ? അതിനുവേണ്ടി ഒരുത്തം വരും. എടോ, ഗെയിം കാണുന്നവർക്കെല്ലാം നല്ല ടെൻഷനായിരുന്നു. എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നീ മാത്രം നല്ല കോൺഫിഡന്റ് ആയിരുന്നു. സണ്ണി. യെസ് ഡാഡ്. ഇവര് മിസ്റ്റർ മോഹൻദാസ്. ഇയാൾ എന്റെ പുതിയ പാർട്ട്ണർ, എന്റെ വെൽവിഷർ. ഹായ്, ഹൗ ആർ യു? മൈ പ്ലഷർ. പ്ലഷർ ഈസ് മൈൻ. നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോഴാ പരിചയപ്പെടാൻ പറ്റിയത്. സന്തോഷമായി. നിങ്ങളുടെ മകൻ ഓടിക്കുന്ന കുതിരയാണെങ്കിൽ ധൈര്യമായിട്ട് ബെറ്റ് വെക്കായിരുന്നു. എല്ലാവരും ബെറ്റ് വെക്കുന്നോണ്ടല്ല സാർ കുതിര ഓടുന്നത്. കുതിര വേഗത്തിൽ ഓടുന്നോണ്ടാണ് എല്ലാവരും ബെറ്റ് വെക്കുന്നത്. ഓടുന്ന കുതിരയ്ക്ക് ജയിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവൂ, കാശിന്റെ ചിന്ത ഉണ്ടാവില്ല. യു ആർ വെരി ഹാർഡ് ടു ഡിഫീറ്റ്. യെസ്, മൈ സൺ ഈസ് എ വെരി ബോൺ വിന്നർ. ഒരിക്കലും ഒന്നിലും തോൽക്കില്ല. ഇവൻ എപ്പോഴും എല്ലാത്തിലും വിജയിക്കണം. അതാണ് എന്റെ ലക്ഷ്യം. ഡോണ്ട് വറി ഡാഡ്, യുവർ സൺ ഈസ് മോർ ആംബിഷ്യസ് ദാൻ യു. Okay, I'll make a move. See you. Anyways, thanks for your compliment. വെൽക്കം. ബൈ. Any regards? I wanna say something to you. I love you. Thank you. But I'm sorry. Why? നീ എന്നെ സ്നേഹിക്കുന്നതിന് താങ്ക്സ്. തിരിച്ച് എനിക്ക് ആ ഫീലിംഗ് ഇല്ലല്ലോ, അതിന് സോറി. Hey, you're making fun of me?
അങ്ങനെയൊന്നും അല്ല നീ മോളെ. അടക്കം ഈ ക്യാമ്പസിലെ എല്ലാ പെണ്ണുങ്ങളും അവനെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ആരോട് ഇതുവരെ ഓക്കെ പറഞ്ഞിട്ടില്ല. അളിയാ, എന്താ? എന്തൊക്കെ ചിന്തിച്ചാലും എന്തൊക്കെ ചെയ്യാണെങ്കിലും ആദ്യം നമുക്ക് ഇഷ്ടപ്പെടണോടാ. ഇപ്പൊ നിങ്ങളെയൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഫ്രണ്ട്സ് ആവുന്നു, അത്രേ ഉള്ളതൊക്കെ. പ്രേമം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ തോന്നണ്ടേ? കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സിലത് തോന്നണം. ആ വൈബ്രേഷൻ ഫീൽ ചെയ്യണം. അപ്പോഴല്ലേ നമ്മുടെ മനസ്സിന് സന്തോഷമാവുള്ളൂ. അതാ ചോദിച്ചത് എപ്പോ? ഇതാണ് പ്രേമമെന്ന് നമ്മുടെ ഹൃദയം പറയണം. അതാണ് ശരിക്കുള്ള പ്രേമം.